ഇതിനു മുമ്പും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി വീഡിയോ ചെയ്യാൻ ഇട വരുത്തരുതേ ദൈവമേന്ന് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പക്ഷേ നമ്മുടെ പ്രാർത്ഥന ചിലപ്പോൾ ദൈവം കേൾക്കില്ല എന്ന് ദൈവം തന്നെ തെളിയിച്ചിരിക്കുകയാണ്. എന്താണെന്നല്ലേ, ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. താമരശ്ശേരി ജനിച്ചു വളർന്ന നാടായതുകൊണ്ട് അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തല കുനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വീണ്ടും വരുന്നത്. കൊലപാതകത്തിൻ്റെ പേരിൽ വീണ്ടും അറിയപ്പെട്ടു താമരശ്ശേരി. എന്തല്ലേ, വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലേ. ഷിബില ഈങ്ങാപ്പുഴയിൽ സ്വന്തം ഭർത്താവിനാൽ കൊല്ലപ്പെട്ട ഒരു പാവം കുട്ടി. വല്ലാത്തൊരവസ്ഥയാണ്. താമരശ്ശേരി ഇപ്പം 3ാമത്തെ കൊലപാതകത്തിലൂടെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 കൊലപാതകങ്ങളായി നടക്കുന്ന 2 3ാമത്തെ നടക്കരുത് ദൈവമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവം ആ പ്രാർത്ഥന കേട്ടില്ല, എന്തെന്നറിയില്ല. ഏതായാലും വളരെയധികം വിഷമമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ ഇനിയെങ്കിലും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ താമരശ്ശേരി എന്ന് പറയുന്നത് ഒരു സിനിമയിൽ പപ്പു പറയുന്ന ഒരു വാക്കുമേലാണ് പുറം ലോകം അറിയപ്പെട്ടിരുന്നത്. ഇപ്പം താമരശ്ശേരി എന്ന് പറയുന്നത് വാർത്തകളിലും ഓരോരുത്തരുടെ വായിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരായി വന്നു. എന്തുകൊണ്ട്? കൊലപാതകങ്ങൾ കൊണ്ട്. ഞാനൊരു താമരശ്ശേരിക്കാരിയാണ്, താമരശ്ശേരി ജനിച്ച് വളർന്ന ഒരു വ്യക്തി. അതുകൊണ്ട് അത് കേൾക്കുമ്പം വളരെയധികം വിഷമം തോന്നുകയാണ്. പക്ഷേ വിഷമിച്ചിട്ട് എന്ത് കാര്യം അല്ലേ? ഓരോന്ന് കേൾക്കാനും കാണാനും യോഗമുണ്ടെങ്കിൽ കേൾക്കുകയും കാണുകയും ചെയ്യുക തന്നെ ചെയ്യൂ എന്ന് പറയുന്നത് വെറുതെ അല്ലല്ലേ. ഏതായാലും 3ാമത്തെ കൊലപാതകവും. ഇനിയെങ്കിലും ദൈവമേ, ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഇനി ഒരാളുടെ ജീവൻ ഇതേപോലെ നീ എടുക്കല്ലേ. കേൾക്കാൻ പറ്റുന്നില്ല, കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല. എന്ത് ക്രൂരമായിട്ടാണ് ദൈവമേ നീ പെരുമാറുന്നത് എന്ന് ചോദിച്ചാൽ, പിശാചുക്കളുടെ ജന്മത്തിൽ മനുഷ്യർ വരിക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അല്ലാതെ എന്ത് പറയാനാണ്? നമുക്കിതിലൊക്കെ ഓർത്ത് വിഷമിക്കുക അല്ലാതെ, അഭിപ്രായം പറയുക അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലെ മാതാപിതാക്കളെയൊക്കെ ഉപേക്ഷിച്ച് പ്രിയതമം മതി എന്ന് പറഞ്ഞു പോയ ഒരു കുട്ടിക്ക് ഇതേപോലെ ദാരുണമായിട്ടൊരു അന്ത്യം ആർക്കല്ലേ സഹിക്കാൻ പറ്റുക? ആ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഞാനും ഒരു അമ്മയാണ്, ഞാനും ഒരു മകളാണ്. നിങ്ങൾ കാണുന്ന ഓരോരുത്തരും ഓരോരോ പൊസിഷനിൽ നിൽക്കുന്നവരായിരിക്കും. പക്ഷെ നമുക്കൊക്കെ കണ്ടു നിൽക്കാനും കേട്ട് നിൽക്കാനും അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വല്ലാത്ത നിസ്സഹാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. നോക്കി നിൽക്കുക, അത്രേ പറ്റുള്ളൂ നമുക്ക്. ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, ഇനിയെങ്കിലും അങ്ങനത്തെ ഒന്നും ഉണ്ടാവല്ലേ, ഇനിയെങ്കിലും ഇങ്ങനെ താമരശ്ശേരിയെ നീ അറിയപ്പെടുത്തല്ലേ എന്ന് പറയാം. അല്ലാതെ എന്ത് ചെയ്യാനാ? നമ്മുടെ സ്വന്തം നാടിനെ ഓർത്ത് അഭിമാനിക്കുന്നതിനെക്കാട്ടിലും അപ്പുറം അപമാനമാവുന്ന ഒരു സംഭവത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താമരശ്ശേരി എന്ന് പറയാൻ തന്നെ ഇപ്പം ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥ ഇനിയെങ്കിലും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോടൊന്ന് പറഞ്ഞു നോക്കാം. ഒരു പക്ഷേ കേട്ടാലോ?